ദില്ലിയിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗത്തിൽ കോൺഗ്രസിനെതിരെ സഖ്യകക്ഷികളുടെ രൂക്ഷവിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെ ഏകോപനമില്ലായ്മയും കോൺഗ്രസ് നേതാക്കളുടെ നിലപാടുകളുമാണ് അസ്വാരസ്യങ്ങൾക്ക് കാരണമായത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവാണ് ആദ്യം വിമർശനവുമായി രംഗത്തെത്തിയത്. ഇതിനെ ഇടതുപക്ഷ പാർട്ടികളും മറ്റ് ഘടകകക്ഷികളും പിന്തുണച്ചു. സഖ്യം ശക്തമാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. എങ്കിലും സംസ്ഥാനങ്ങളിലെ പ്രാദേശിക സാഹചര്യങ്ങളും അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായങ്ങളും കണക്കിലെടുക്കേണ്ടി വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഭിന്നതകൾ പരിഹരിക്കാൻ ഇനി മുതൽ 2 മാസത്തിലൊരിക്കൽ യോഗം ചേരാൻ ധാരണയായി. അടുത്ത യോഗം ഓഗസ്റ്റിൽ ഹൈദരാബാദിൽ നടക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBSE പരീക്ഷാ വിവാദങ്ങൾ എന്നിവയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടാൻ സഖ്യം തീരുമാനിച്ചു. കൂടാതെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കാർഷിക പ്രതിസന്ധികൾ എന്നിവയിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്നും സഖ്യം ആവശ്യപ്പെട്ടു. കോൺഗ്രസുമായുള്ള ഭിന്നത മൂലം DMK, ആം ആദ്മി പാർട്ടി എന്നിവർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ശരത് പവാർ, മമത ബാനർജി എന്നിവർ നേരിട്ടും ഉദ്ധവ് താക്കറെ, ഹേമന്ത് സോറൻ എന്നിവർ ഓൺലൈനായും പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.